ഒരു ദ്വീപ്, ലോകത്തിൻ്റെ മാപ്പിൽ പോലും പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലം. അവിടെ കാൽവെച്ചവരിൽ പലരും തിരികെ വന്നിട്ടില്ല. ആ ദ്വീപിൻ്റെ യഥാർത്ഥ രാജാവ് കിങ് കോങ്. ഹലോ ഗൈസ്, സ്വാഗതം എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹോളിവുഡിലെ ഏറ്റവും എപ്പിക് മോൺസ്റ്റർ അഡ്വഞ്ചർ സിനിമകളിലൊന്നായ കോങ് സ്കൾ ഐലൻഡ്. ഈ സിനിമ ഒരു സാധാരണ മോൺസ്റ്റർ മൂവിയല്ല. സർവൈവൽ, മിസ്റ്ററി, വോർ, അഡ്വഞ്ചർ, ഇമോഷൻ എല്ലാം മിക്സ് ചെയ്ത ഒരു കംപ്ലീറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ, കാരണം ക്ലൈമാക്സ് എത്തുമ്പോൾ ലിറ്ററലി ഗൂസ് ബംസ് അടിക്കും. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 1944 രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിലാണ്. 2 ഫൈറ്റർ വിമാനങ്ങൾ യുദ്ധത്തിനിടെ പസഫിക് സമുദ്ര തീരത്ത് തകർന്നു വീണു. ഒരു അമേരിക്കക്കാരനും ജപ്പാൻകാരനുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ജപ്പാൻകാരനെ കണ്ടതും അമേരിക്കക്കാരനൊരു തോക്കെടുത്ത് വെടിവെക്കാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും അവന്റെ ദേഹത്ത് കൊണ്ടില്ല. തോക്കിന്റെ ഉണ്ട തീർന്നതും അമേരിക്കക്കാരൻ അവിടുന്ന് ഓടി. ജപ്പാൻകാരനും തന്റെ വാളെടുത്തു പിന്നാലെ ഓടി. ഒരു സ്ഥലത്തെത്തിയതും പിന്നീട് അങ്ങോട്ട് കുത്തനെ ഒരു താഴ്ചയാണ്. അവിടെ വെച്ച് ഇവർ തമ്മിൽ കടുത്ത യുദ്ധത്തിലാണ്. പെട്ടെന്നൊരു വലിയ കൈ അവിടെ വന്ന് പതിക്കുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ നായകൻ കിങ് കോങ്. കോങ്ങിനെ കണ്ടു പേടിച്ച് ജപ്പാൻകാരന്റെ കയ്യിൽ നിന്നും കത്തി താഴെ വീണു. ഭീമാകാരനായ കോങ്ങിനെ കണ്ട് രണ്ടുപേരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ മോണാർക്ക് എന്ന കമ്പനിയുടെ സയന്റിസ്റ്റായി ബിൽ റാൻഡ അമേരിക്കൻ സെനറ്ററെ കാണാനെത്തുന്നു. ലോകത്തിൽ ഹിഡനായി ജീവിക്കുന്ന ജയന്റ് ക്രീച്ചേഴ്സിനെ കണ്ടെത്തി അതിനെ പരീക്ഷണം ചെയ്യുന്ന കമ്പനിയാണ് മോണാർക്ക്. ഒരു ഭൂപടമെടുത്ത് സെനറ്ററിന്റെ മുന്നിൽ വെച്ചു. സൗത്ത് പസഫിക്കിലെ ഭൂപടത്തിലില്ലാത്ത ഒരു ഐലൻഡിന്റെ സാറ്റലൈറ്റ് ഫോട്ടോയാണത്. ഇതുവരെ ഇത് ആർക്കും കണ്ടെത്താനായിട്ടില്ല. പല നാഗരികതകളും ഇതിനെക്കുറിച്ച് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സ്കൾ ഐലൻഡ്, ദൈവം തന്റെ സൃഷ്ടി പൂർത്തിയാക്കാതെ വിട്ട സ്ഥലം. നിരവധി കപ്പലുകളും വിമാനങ്ങളും കാണാതാകുന്നതിൽ കുപ്രസിദ്ധി നേടിയ ഐലൻഡാണിത്. ഇതെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് പറഞ്ഞു സെനറ്റർ അവിടുന്ന് പോകുന്നു. ലാൻസാറ്റ് ഒരു ദൗത്യ സംഘത്തെ ഐലൻഡിലേക്ക് അയക്കുന്നുണ്ട്. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും അവരുടെ കൂടെ പോകാം, ബിൽ റാൻഡായുടെ അസിസ്റ്റന്റ് പറഞ്ഞു. അവിടെ എന്ത് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ പോകുന്നത്? സെനറ്റർ ചോദിച്ചു. പ്രകൃതി വിഭവങ്ങൾ, ഔഷധങ്ങൾ, ക്യാൻസറിനുള്ള മരുന്ന്, അങ്ങനെ എന്തുമാകാം. സത്യം പറഞ്ഞാൽ അവിടെ എന്താണുള്ളതെന്ന് നമ്മൾക്ക് കൃത്യമായി അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, നാളെ രാത്രി റഷ്യയുടെ നോസാറ്റ് ഈ സർക്കിളിലൂടെ കടന്നു പോകും. പിന്നീട് 3 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയ അതേ ഫോട്ടോ അവർക്കും കിട്ടും. അതുകൊണ്ട് അവിടെ എന്തുണ്ടെങ്കിലും അതാദ്യം കണ്ടുപിടിക്കുന്നത് നമ്മളായിരിക്കണം. ഇത് കേട്ടതും സെനറ്റർ കൺവിൻസായി, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്നാൽ ഇതോടെ നിർത്തിക്കോണം, ഇനിയൊന്നും എന്നോട് ചോദിച്ചു വരരുത് എന്ന് പറഞ്ഞു. എന്നാൽ അവിടേക്ക് പോകാൻ ഒരു മിലിറ്ററി എസ്കോർട്ട് വേണമെന്ന് ബിൽ റാൻഡ് ആവശ്യപ്പെട്ടു. സെനറ്റർ അതിനും സമ്മതം മൂളി. മിലിറ്ററി സപ്പോർട്ടിനു വേണ്ടി ലൂട്ടനന്റ് കേണൽ പ്രസ്റ്റൺ പാക്കേർഡിന്റെ ഹെലികോപ്റ്റർ സ്ക്വാഡിനെ മിഷനിലേക്ക് അസൈൻ ചെയ്യുന്നു. താൻ ചെയ്യുന്ന ജോലിയോടും കൂടെയുള്ളവരോടും വളരെയേറെ ആത്മാർത്ഥതയുള്ള ഒരാളാണ് പാക്കേർഡ്. മിലിറ്ററി എസ്കോർട്ടിന്റെ കൂടെ ഒരു ട്രാക്കറായ ജെയിംസ് കോൺറാഡ്, ഒരു ജേർണലിസ്റ്റായ മേസൺ വീവർ എന്നിവരെയും കൂടെ കൂട്ടുന്നു. തൊട്ടടുത്ത ദിവസം ഐസ്ലാൻഡിലേക്ക് പോകുന്ന എല്ലാവരെയും കൂട്ടി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. ലാൻഡ്സാറ്റ് ഫീൽഡ് സൂപ്പർവൈസർ വിക്ടർ നിയവേഴ്സ് എല്ലാവരെയും പരസ്പരം പരിചയപ്പെടുത്തുന്നു. ഇത് റീസോഴ്സ് എക്സ്പ്ലോറേഷൻ ടീം ബയോളജിസ്റ്റ് മിസ് സാൻ, ജിയോളജിസ്റ്റ് മിസ്റ്റർ ബ്രൂക്സ് ഇവരും നമ്മോടൊപ്പം പങ്കുചേരുന്നു. നമ്മുടെ ഫോക്കസ് ഐലൻഡിന്റെ ഉപരിതലത്തിലും അവരുടേത് കീഴെയുമായിരിക്കും, നിയവേഴ്സ് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബ്രൂക്സിനെ ക്ഷണിച്ചു. ഭൂമികുലുക്കമുണ്ടാക്കാനും വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാനുമായി നമ്മൾ ബോംബുകൾ ഉപയോഗിക്കും. അത് ഐലൻഡിന്റെ മേൽനിരപ്പ് മാപ്പ് എടുക്കാൻ സഹായിക്കും. ഞങ്ങൾ തെക്കൻ തീരത്തിന്റെ മുകളിലൂടെ പറന്ന് മണ്ണിന്റെ സാന്ദ്രത വിലയിരുത്തുന്നതിന് സൈസ്മിക് ചാർജുകൾ പതിപ്പിക്കും. തുടർന്ന് സ്ഥലം പഠിക്കാനായി ഒരു ബേസ് ക്യാമ്പ് നിർമ്മിക്കും. അടുത്തതായി മേജർ ചാപ്മാൻ കാര്യങ്ങൾ വിവരിക്കുന്നു. ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ കൊടുങ്കാറ്റിന്റെ ഇടപെടൽ മൂലം ഷിപ്പുമായുള്ള എല്ലാ റേഡിയോ കോണ്ടാക്റ്റുകളും നഷ്ടമാകും. അതായത് നമുക്ക് സഹായത്തിന് ആരും കാണില്ല. 3 ദിവസത്തിന് ശേഷം റീഫ്യൂൽ ടീം ഐലൻഡിന്റെ വടക്കേ അറ്റത്ത് നമ്മളെ വന്ന് കാണും. അടുത്ത കുറച്ച് ദിവസത്തേക്ക് സുരക്ഷിതമായി രക്ഷപ്പെടാൻ ഈയൊരു അവസരമേ കാണൂ. അതുകൊണ്ട് എല്ലാവർക്കുമുള്ള ഒരു ഉപദേശമാണ്, ദയവു ചെയ്തു അത് നഷ്ടപ്പെടുത്തരുത്. അടുത്ത ദിവസം ഒരു കപ്പലും അതിൽ ഹെലികോപ്റ്ററുകളുമായി അവർ ഐലൻഡിലേക്ക് യാത്ര തുടങ്ങി. ഐലൻഡിന്റെ എൻട്രി പോയിന്റിൽ കുറച്ചു ദൂരെയായി ശക്തമായ കൊടുങ്കാറ്റ് കാണാം. ഇത് മറികടക്കാൻ ഹെലികോപ്റ്ററിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കേണൽ പക്കാർഡിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഹെലികോപ്റ്ററിൽ കയറി കൊടുങ്കാറ്റ് ലക്ഷ്യമാക്കി മീനി. ശക്തമായ കൊടുങ്കാറ്റിനെ മറികടന്ന് ഐലൻഡിലെത്തിയപ്പോൾ അവർ കണ്ടത് അതിമനോഹരമായ കാഴ്ചകളാണ്.
2 ഹെലികോപ്റ്റർ സൈറ്റിൽ ലാൻഡ് ചെയ്തു. ഓർഡർ ലഭിച്ചതും ഹെലികോപ്റ്ററിൽ നിന്ന് സൈസ്മിക് ചാർജർ താഴേക്കിട്ടു. ഇതവിടെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി. സൈസ്മിക് റേഡിയേഷനിൽ നിന്നും ഇവർ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഐലൻഡിന്റെ അടിത്തട്ട് പൊള്ളയാണെന്ന് ഇവർ കണ്ടെത്തി. പെട്ടെന്നൊരു വലിയ തെങ്ങ് ആകാശത്തുയർന്നു വന്നു. ഹെലികോപ്റ്ററിൽ പതിക്കുന്നു. ഹെലികോപ്റ്റർ കൺട്രോൾ പോയി തകർന്നു. കുറച്ചു ദൂരെയായി അവർക്ക് കാണാൻ സാധിച്ചത് ഒരു ബിൽഡിങ്ങിന്റെ വലിപ്പമുള്ള ആൾക്കുരങ്ങനെയാണ്. ഇവരുടെ കണ്ണുകൾക്ക് ഇത് വിശ്വസിക്കാനാകുന്നില്ല. വലിയ യുദ്ധങ്ങൾ നേരിട്ട സൈന്യം പോലും അന്തം വിട്ടാണ് നിൽക്കുന്നത്. കോങ്ങിന് ഇവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. കോങ് ആകട്ടെ വോളിബോൾ കളിക്കുന്ന പോലെ ഹെലികോപ്റ്ററൊക്കെ അടിച്ചു തെറിപ്പിച്ചു. ഗ്രൗണ്ടിലുള്ള ആളുകളെ ചവിട്ടി തരിപ്പണമാക്കി. തകർന്നൊരു ഹെലികോപ്റ്റർ എടുത്ത് വേറൊരു ഹെലികോപ്റ്റർ ഉന്നമാക്കി. ഒരൊറ്റയേർ. കോങ്ങിന്റെ കരുത്തിനു മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കാനേ ഇവർക്ക് കഴിഞ്ഞുള്ളൂ. അവിടെയുള്ള എല്ലാ ഹെലികോപ്റ്ററും തകർക്കപ്പെട്ടു. രക്ഷപ്പെട്ടവരിൽ പലരും ദ്വീപിന്റെ പല ഭാഗത്തായിട്ടാണുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഐലൻഡിന്റെ തെക്കുഭാഗത്താണ്. 2 കിലോമീറ്റർ താണ്ടിയാൽ ഒരു പുഴയുണ്ട്. പുഴയുടെ തീരം വഴി പോയാൽ വടക്കൻ കടൽ തീരത്തെ എക്സിൽ ഏരിയയിലെത്തും. അവിടെ എത്തിയാൽ ഷിപ്പിന് സിഗ്നൽ കൊടുക്കാനുള്ള വഴി നോക്കാം. ജെയിംസ് പറയുന്നു. ചാപ്മാൻ ആകട്ടെ 4 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയിട്ടുള്ള ഒരു കൊടുമുടിയിലാണുള്ളത്. ചാപ്മാൻ, നിങ്ങൾ അവിടെ നിൽക്കൂ, ഞങ്ങൾ അങ്ങോട്ട് വരാം, കേണൽ പക്കാർഡ് പറഞ്ഞു. അതിനുശേഷം റാൻഡയുടെ അടുത്ത് ചെന്ന് തോക്ക് ചൂണ്ടി, ഈ ദ്വീപിനെക്കുറിച്ച് നിനക്കറിയാവുന്നതെല്ലാം പറഞ്ഞോ, അല്ലെങ്കിൽ നിന്റെ തല ഞാൻ തെറിപ്പിക്കും എന്ന് പറഞ്ഞു. മോൺസ്റ്റേഴ്സ് ഇപ്പോഴുമുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഒരാളും വിശ്വസിച്ചില്ല. ഇന്നലെ വരെ ഞാൻ ഭ്രാന്ത് പറയുന്ന ആളായിരുന്നു. നിങ്ങൾ USS ലോട്ടൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ കപ്പൽ തകർന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകളിൽ ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. യുദ്ധത്തിൽ കപ്പൽ മുങ്ങിപ്പോയെന്നാണ് ഗവൺമെന്റ് വീട്ടുകാരോട് പറഞ്ഞതെന്നാൽ കണ്ട കാര്യം എനിക്കറിയാം. ആ സാധനത്തിന് മനസാക്ഷിയോ ഒന്നുമില്ല. അതിന് നശിപ്പിക്കാൻ മാത്രമേ അറിയൂ. അന്ന് കണ്ട കാര്യം സത്യമാണെന്ന് തെളിയിക്കാൻ ഞാൻ കഴിഞ്ഞ 30 വർഷമായി ശ്രമിക്കുന്നു. ഈ ഗ്രഹം നമ്മുടേതല്ല. മനുഷ്യരുണ്ടാകുന്നതിന് വളരെ കാലം മുന്നേ തന്നെ പ്രാചീന കാലത്തെ ജീവവർഗങ്ങൾ ഈ ഭൂമിയെ സ്വന്തമാക്കിയിരുന്നു. നമ്മളൊന്ന് കണ്ണടച്ചാൽ അവർ ഈ ഭൂമിയെ വീണ്ടും കൈക്കലാക്കും. ഈ തെളിവുകളുമായി ഞങ്ങളെ നാട്ടിലേക്ക് എത്തിക്കെങ്കിൽ മാത്രമേ സൈന്യത്തെ ഇങ്ങോട്ടയച്ച് അവറ്റകളെ കൊല്ലാൻ സാധിക്കൂ, റാൻഡ പറയുന്നു. അത് കേട്ട് പക്കാർഡ് ദേഷ്യത്തോടെ അയാളെ നോക്കിയ ശേഷം, നിങ്ങൾ പറഞ്ഞ ആ സൈന്യം ഞങ്ങൾ തന്നെയാണ് എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഈ സമയം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ജെയിംസും ടീമും. റാൻഡ തന്നെ എങ്ങനെയാണ് ജോലിക്കെടുത്തതെന്ന് ബ്രൂക്സ് വിവരിക്കുന്നു. ഹോളോ തിയറിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു പേപ്പർ പ്രസിദ്ധീകരിച്ചിരുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നൊറ്റപ്പെട്ട് വലിയ ഭൂഗർഭ ഇടങ്ങളുണ്ടെന്ന തിയറി. അതാണ് ഇടനാഴികൾ. ഈ ഐലൻഡ് അതിലൊന്നായിരിക്കാമെന്നാണ് റാൻഡ വിശ്വസിക്കുന്നത്. ഭൂമിക്കടിയിലെ ജീവനുകൾക്ക് പുറത്തുവരാനുള്ള വഴിയാണിത്, ബ്രൂക്സ് പറഞ്ഞു. പെട്ടെന്ന് ഒരു വലിയ ജീവി വെള്ളത്തിൽ നിന്ന് അവരുടെ മുന്നിലേക്ക് വരുന്നു. എല്ലാവരും അതിനെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. അതിലൊരാൾ ജീവിക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. അത് കണ്ട് ജീവി വീണ്ടും അവരുടെ അടുത്തേക്ക് തന്നെ എത്താൻ തുടങ്ങി. ഇത് കണ്ട് ജെയിംസ് അയാളോട് തോക്ക് താഴ്ത്തി വെക്കാൻ പറയുന്നു. തോക്ക് താഴ്ത്തി വെച്ചതും ജീവി തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ പോയി. ഈ സമയം മരിച്ച പട്ടാളക്കാരുടെ ശവശരീരങ്ങൾ പക്കർഡും കൂട്ടരും ഒരു സ്ഥലത്ത് കുഴിച്ചിടുന്നു. നിങ്ങളുടെ മരണത്തിന് കാരണമായ ജീവിയെ കൊന്നതിനു ശേഷം മാത്രമേ നമ്മൾ ഈ കാട്ടിൽ നിന്ന് പോവുകയുള്ളൂ എന്നും പറഞ്ഞ് ചാപ്മാനെ അന്വേഷിച്ച് നീങ്ങുന്നു. ഒരു മുളങ്കാട്ടിൽ ഒരു വലിയ 8 കാലി ഇവരെ ആക്രമിച്ചു. എല്ലാവരും കൂടി 8 കാലിയെ വെടിവെച്ച് കൊല്ലുന്നു. പക്കാർഡ് തന്റെ ദേഷ്യം മുഴുവൻ ആ ജീവിയെ വെടിവെച്ച് തീർക്കുന്നു. ഈ ആക്രമണത്തോടുകൂടി എല്ലാവർക്കും ഭയം കൂടിക്കൂടി വരുന്നുണ്ട്. ഇനിയും ഈ കാട്ടിൽ എന്തെല്ലാം ജീവികളെ നേരിടേണ്ടി വരുമെന്ന് ഇവർക്കറിയില്ല. ഈ സമയം ജെയിംസും സംഘവും നടന്ന് ഒരു കവാടത്തിനരികിലെത്തി. പെട്ടെന്ന് ആദിവാസികളെ പോലെയുള്ള ആളുകൾ കുന്തവും ആയുധങ്ങളുമായി അവരുടെ അടുത്തെത്തുന്നു. അവരെല്ലാവരും വളരെ പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ അവിടേക്ക് ഓടി വന്ന്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ ആരുമൊന്നും ചെയ്യില്ല എന്ന് പറയുന്നു. എല്ലാവരും അയാളെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അയാളാണ് ഹാങ്ക്, സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന അമേരിക്കക്കാരൻ. അയാൾ 28 വർഷമായി ആ ദ്വീപിനകത്ത് പെട്ടിരിക്കുകയാണ്. അയാൾ സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം ആദിവാസികളോട് കുഴപ്പമില്ല എന്ന് ആംഗ്യം കാണിക്കുന്നു. ആ സമയം അവർ കുന്തം താഴ്ത്തി വയ്ക്കുന്നു. അതിനുശേഷം രാത്രി ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് അവരെ ആദിവാസികളുടെ സ്ഥലത്തെ കൊണ്ടുപോകുന്നു. ഈ സമയം നദിയിൽ നിന്ന് ഒരു കുപ്പിയിൽ വെള്ളം എടുക്കുകയാണ് ചാപ്മാൻ. പെട്ടെന്ന് കോങ് അങ്ങോട്ട് വരുന്നു. ചാപ്മാൻ ഓടി ഒരു കല്ലിന്റെ അടുത്ത് മറഞ്ഞിരിക്കുന്നു. കോങ് അവിടെ ഇരുന്ന് തന്റെ കയ്യിൽ മുറിവ് പറ്റിയ ഭാഗങ്ങളെല്ലാം നോക്കി വെള്ളം കുടിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ചാപ്മാൻ ഇതെല്ലാം അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് വെള്ളത്തിൽ ഒരു വലിയ നീരാളിയെ കാണുമ്പോൾ കോങ് അതിനെ പിടിക്കുന്നു. നീരാളി കോങ്ങിനെ ചുറ്റിപ്പിടിക്കുന്നു.
കോങ് ആകട്ടെ നീരാളിയെ ജീവനോടെ കടിച്ചു തിന്ന് അതിനെ വലിച്ചു കൊണ്ടുപോകുന്നു. ഇത് കണ്ട് പേടിച്ചിരിക്കുകയാണ് ചാപ്മാൻ. ഈ സമയം ആദിവാസികളുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ജെയിംസും ടീമും. അവിടെ ഉണ്ടാക്കിയ വലിയ മതിൽ നോക്കിക്കൊണ്ട് ആ ജന്തുവിനെ അകറ്റി നിർത്താനാണോ ഇത് കെട്ടിയിരിക്കുന്നത്? മേസൺ ചോദിക്കുന്നു. അവനെ അല്ല ഇവരകറ്റി നിർത്താൻ നോക്കുന്നത്, അയാൾ പറയുന്നു. ആ സമയം ആ ആദിവാസികളുടെ തലവൻ അങ്ങോട്ട് വരുന്നു. അയാളെ കാണുമ്പോൾ ഹാങ്ക് കുറച്ചു സമയം അയാളുടെ മുഖത്ത് നോക്കി നിൽക്കുന്നു. ആ സമയം അയാൾ തല താത്തുന്നു. അത് കാണുമ്പോൾ നിങ്ങൾക്കിവിടെ താമസിക്കാനുള്ള അനുമതി അവർ തന്നിട്ടുണ്ട് എന്ന് ഹാങ്ക് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ഹാങ്കിന്റെ കൂടെ തകർന്നു കിടക്കുന്ന ഒരു വലിയ കപ്പലിന്റെ അടുത്തേക്ക് പോകുന്നു. ഞാനിവിടെ വരുന്നതിന് ഒരു 10 വർഷം മുന്നേ ഈ കപ്പൽ കരക്കടിഞ്ഞതാണ്, ഹാങ്ക് പറയുന്നു. കപ്പലിന്റെ ഉള്ളിൽ ഇവർ കാണുന്നത് ആദിവാസികളുടെ ആരാധനാ കേന്ദ്രമാണ്. ഇവരുടെ കഥ അനുസരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ഐലൻഡിലെ ജനങ്ങൾ ഭയത്തോടെയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചു. അവർ ഭയപ്പെട്ടിരുന്ന ചില ജീവികൾ ആളുകളെ ഭക്ഷിച്ചിരുന്ന ചില ജന്തുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ തുടങ്ങി. അവരുടെ രക്ഷകനായത് കോങ്ങും അവന്റെ കുടുംബവുമാണ്. കോങ് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്, ഈ കാടിന്റെ ഒരേയൊരു രാജാവ്. ഇവർ അതിനെ ആരാധിക്കാൻ തുടങ്ങി. ജനങ്ങൾക്ക് അവൻ ദൈവമാണ്, ഹാങ്ക് പറയുന്നു. അപ്പോൾ കോങ് അല്ലേ നിങ്ങളുടെ ഫ്രണ്ടിനെ കൊന്നത്? മേസൺ ചോദിക്കുന്നു. അല്ല, ഈ രാക്ഷസ പല്ലികളെന്ന് പറഞ്ഞ് ഹാങ്ക് ഒരു ചിത്രം ചൂണ്ടിക്കാണിക്കുന്നു. വൃത്തികെട്ട ഭീമൻ പല്ലികളാണവ. ആഴമേറിയ ദ്വാരത്തിൽ നിന്നാണ് അവ വരുന്നത്. നിങ്ങൾ ബോംബിട്ടപ്പോൾ അതിൽ കുറേ എണ്ണം പുറത്തേക്ക് വന്നു. കോങ് ഇവിടെയുള്ളത് നിങ്ങളുടെ ഭാഗ്യം. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോഴും ജീവനോടെ കാണില്ലായിരുന്നു. അവറ്റകൾ ചെറുതായിരിക്കുന്നിടത്തോളം അവറ്റകളെ കൈകാര്യം ചെയ്യാൻ കോങ്ങിന് കഴിയും. എന്നാൽ വലുതെഴുന്നേറ്റാലുണ്ടല്ലോ, കോങ്ങിന്റെ കുടുംബത്തെ മൊത്തം കൊന്നുകളഞ്ഞത് അതാണ്. കോങ്ങാണ് അവസാന കണ്ണി. അവൻ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ. അവൻ വളരാൻ ആശിക്ക്. കോങ്ങിന് എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ ജന്തു പുറത്തുവരും. പിന്നെ എല്ലാവരുടെയും കാര്യം അധോഗതിയായതു തന്നെ, ഹാങ്ക് പറയുന്നു. 3 ദിവസത്തിനകം ഐലൻഡിന്റെ വടക്കേ അറ്റത്ത് റീഫ്യൂൽ ടീം വരും. നിങ്ങളും ഞങ്ങളുടെ കൂടെ വന്നോളൂ. 3 ദിവസം കൊണ്ട് അവിടെ എത്തില്ല. നടന്നു പോയാൽ ഒരിക്കലും എത്തില്ല, ഹാങ്ക് പറയുന്നു. അതേസമയം കേണൽ പക്കാർഡും കൂട്ടരും ചാപ്മാനെ അന്വേഷിച്ച് നടക്കുകയാണ്. പക്കാർഡ് അവിടെ കണ്ട ഒരു പക്ഷിയെ വെടിവെച്ചിടുന്നു. അപ്പോൾ മരത്തിലുണ്ടായിരുന്ന മറ്റു പക്ഷികളെല്ലാം വലിയ ശബ്ദമുണ്ടാക്കി പറന്നുപോയി. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും പേടിയാകാൻ തുടങ്ങി. ഈ സ്ഥലം ഒരു നരകം തന്നെ, അവരിൽ ഒരാൾ പറഞ്ഞു. ഈ സമയം ജെയിംസും കൂട്ടരും ഒരു പഴയ ബോട്ടിന്റെ അടുത്തെത്തി. ഇത് നിർമ്മിക്കാൻ എനിക്കും ഗൺബിക്കും 6 വർഷങ്ങളെടുത്തു, ഹാങ്ക് പറയുന്നു. ഇവരെല്ലാവരും കൂടി ആ ബോട്ട് നന്നാക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം പക്കാർഡും കൂട്ടരും കോമിന്റെ രക്തം പുരണ്ട കൈയടയാളം കണ്ടു. അതിന് മുറിവേറ്റിട്ടുണ്ട്, നമ്മളാണ് മുറിവേൽപ്പിച്ചത്. ചാപ്മാനെ കണ്ടുപിടിച്ചതിന് ശേഷം സീ സ്റ്റാലിയനിൽ നിന്ന് ആയുധങ്ങളെടുത്ത് നമുക്ക് കോങ്ങിനെ കൊല്ലാം, കേണൽ പക്കാർഡ് പറയുന്നു. അതേസമയം ചാപ്മാൻ ഐലൻഡിന്റെ ഒരു ഭാഗത്ത് ഒറ്റയ്ക്കിവരെ കാതിരിക്കുകയാണ്. ചാപ്മാൻ ഇരുന്നത് ഒരു ജീവിയുടെ മുകളിലായിരുന്നു. ആ ജീവി പെട്ടെന്ന് എണീറ്റപ്പോൾ ചാപ്മാൻ പേടിച്ച് അതിനെ വെടിവെക്കുന്നു. എന്നാൽ ആ ജീവി അവനെ ഒന്നും ചെയ്യാതെ അവിടുന്ന് പോകുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞ ആ രാക്ഷസ പല്ലി പുറകിൽ നിന്നും വന്ന് അവനെ കൊന്നു. അടുത്ത ദിവസം ജെയിംസും കൂട്ടരും അവരുടെ ബോട്ട് നന്നാക്കി അവിടുന്ന് പോകാൻ പോവുകയാണ്. ഹാങ്ക് അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളോട് യാത്ര പറഞ്ഞു ബോട്ടിൽ കയറി പോകുന്നു. എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു. യുദ്ധത്തിന് പോകുന്നതിന്റെ തൊട്ടു മുൻപാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. എന്റെ വിമാനം തകർന്നതിന് തലേദിവസം അവൾ എനിക്കൊരു ടെലിഗ്രാം അയച്ചു. ഞങ്ങൾക്ക് ആൺകുഞ്ഞ് ജനിച്ചെന്ന് പറഞ്ഞു. വലിയ ചെക്കനായിട്ടുണ്ടാകും. ഒരിക്കൽ കൂടി അവരെ കാണാൻ പറ്റിയാൽ മതി, ഹാങ്ക് പറയുന്നു. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ സിഗ്നൽ ലഭിക്കുന്നു. അവർ പക്കാർഡിനോട് ഫ്ലെയർ കത്തിക്കാൻ പറഞ്ഞു. പക്കാർഡ് ഫ്ലെയർ കത്തിച്ചു. അത് കണ്ട ജെയിംസും കൂട്ടർക്കും ഇവർ അടുത്തു തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. പെട്ടെന്ന് 2 പക്ഷികൾ വിക്ടർ നിയവസിനെ എടുത്തു കൊണ്ടുപോകുന്നു. ഇവർ വെടിവെക്കും മുന്നേ പക്ഷികൾ അവനെ കൊത്തിക്കൊന്നു. ഇത് കണ്ട് ഭയന്ന ഇവർ ബോട്ട് ഉപേക്ഷിച്ച് കരയിലൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ജെയിംസിന്റെ ടീമും പക്കാർഡിന്റെ ടീമും കരയിൽ വെച്ച് കണ്ടുമുട്ടി. എല്ലാവരും വലിയ ആശ്വാസത്തിലാണ്. ഈ പുഴയിലൂടെ പോയാൽ ബോട്ടിലെത്തും, എന്നിട്ട് വടക്കൻ തീരത്തെത്തിച്ചേരാം, ജെയിംസ് പറയുന്നു. കൊള്ളാം, പക്ഷേ നമ്മളിപ്പോൾ പോകുന്നില്ല, ഒരാളെ കൂടി കൂട്ടാനുണ്ട്, ചാപ്മാൻ. അവൻ ഇവിടുന്ന് പടിഞ്ഞാറ് തകർന്നു വീണ സീ സ്റ്റാലിൻ ഹെലികോപ്റ്ററിന്റെ അടുത്തുണ്ട്, പക്കാർഡ് പറഞ്ഞു. പടിഞ്ഞാറോ? അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല, സ്കൾ ജീവികളുള്ളത് അവിടെയാണ്, ഹാങ്ക് ദേഷ്യത്തോടെ പറയുന്നു. എന്നാൽ പക്കാർഡ് പിന്മാറുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും അവിടേക്ക് പോകണം എന്ന വാശിയിലാണ്. പക്കാർഡിന്റെ വാശി കണ്ടിട്ട് ശരി, അങ്ങോട്ട് പോകാം എന്ന് ജെയിംസ് സമ്മതിച്ചു. പക്ഷേ നമ്മൾ അവിടെ ചെന്നിട്ട് അവനെ കണ്ടില്ലെങ്കിൽ അവനെ തിരയാനായി ടീമിനെ അയക്കില്ല. രാത്രിക്കുള്ളിൽ നമ്മൾ ഇവിടേക്ക് വരും. 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ഐലൻഡിന്റെ അപ്പുറത്തേക്ക് എത്തണം എന്ന് പറഞ്ഞു. പക്കാർഡ് ഇതിന് സമ്മതിക്കുന്നു. എല്ലാവർക്കും ഒന്നിച്ചു ചാകാം, പറയാതിരിക്കാൻ വയ്യ, ചാവുകയാണേൽ നിങ്ങൾക്കൊപ്പം ചാകണം, ഹാങ്ക് തമാശ രൂപേണ പറയുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചാപ്മാനെ അന്വേഷിച്ച് ഒരു താഴ്വരയിലെത്തി.
തൊട്ടുമുൻപിൽ ഒരു ശവപ്പറമ്പ് കാണുന്നു. കോങ്ങിന്റെ മാതാപിതാക്കളുടെ അവശിഷ്ടമാണിത്. ആ ജീവികൾ ഇവിടെ വെച്ചാണ് അവരെ കൊന്നത്. ഈ സ്ഥലം വളരെ മോശമാണ്. ഹാങ് പറയുന്നു. ചാപ്മാനെ തനിച്ചാക്കി ഞാൻ തിരിച്ചു പോകില്ല. പക്കാർഡ് പറഞ്ഞു. കൂടെയുള്ള പട്ടാളക്കാർക്ക് എങ്ങനെയെങ്കിലും ജീവനോട് തിരിച്ച് വീട്ടിലെത്തണം എന്നാണുള്ളത്. പക്ഷേ കേണൽ പക്കാർഡ് ഇങ്ങനെ വാശി പിടിക്കുന്നതുകൊണ്ട് അയാളുടെ കൂടെ ആ ശവപ്പറമ്പിലേക്ക് ഇറങ്ങുന്നു. എനിക്കിവിടെ 28 വർഷത്തെ പരിചയമല്ലേ ഉള്ളൂ. ഇതിനെപ്പറ്റിയൊക്കെ എനിക്കെന്തറിയാനാണ്? ഹാങ്ക് വളരെ നിരാശയോട് പറഞ്ഞു. ഇവർ നടന്നു പോകുന്ന വഴികളിൽ കോങ്ങിന്റെ മാതാപിതാക്കളുടെ അവശിഷ്ടങ്ങൾ കാണാം. സയന്റിസ്റ്റ് ബിൽ റാൻഡ ഇവയുടെ ഫോട്ടോസ് എടുക്കുന്നു. ആ സമയത്ത് ഒരു പട്ടാളക്കാരൻ തന്റെ സിഗരറ്റ് താഴേക്കിടുന്നു. നൂറുകണക്കിന് വർഷങ്ങളായി ശവശരീരങ്ങൾ ദ്രവിച്ചുണ്ടായ കെമിക്കലിൽ സിഗരറ്റ് വന്നു വീണ് അവിടെ സ്ഫോടനമുണ്ടാകുന്നു. ഭാഗ്യത്തിന് ആർക്കും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ അവർ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ പെട്ടെന്ന് ജീവിയുടെ ശബ്ദം കേൾക്കുന്നു. എല്ലാവരും പേടിച്ച് അവിടുന്നോടി അസ്ഥികൾക്കുള്ളിൽ മറഞ്ഞു നിന്നു. ജീവി ഇവരുടെ തൊട്ടടുത്തെത്തി. എല്ലാവരും പേടിച്ചു വിറച്ചിരിക്കുകയാണ്. അതിലൊരു ജീവി മനുഷ്യന്റെ അസ്ഥികൂടം ഛർദ്ദിച്ചു. അതെ, ചാപ്മാന്റെ ആണെന്ന് ജെയിംസ് അതിലെ മാല കണ്ട് മനസ്സിലാക്കി. അങ്ങനെ ആരെയും കാണാത്തതുകൊണ്ട് ജീവി അവിടുന്ന് പോയി. അവർ അപകടമൊന്നുമില്ല എന്ന് കണ്ട് മുൻപോട്ട് നീങ്ങുകയാണ്. ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന ബിൽ റാൻഡയുടെ ക്യാമറയുടെ ഫ്ലാഷ് കേടാകുന്നു. അത് നോക്കാൻ വേണ്ടി ക്യാമറ തിരിച്ചുവെച്ചപ്പോൾ അതിന്റെ ഗ്ലാസ്സിലൂടെ തന്റെ പുറകിൽ ജീവിയുണ്ടെന്ന് റാൻഡ കണ്ടു. അയാളെ ഒറ്റയടിക്ക് ജീവി അകത്താക്കി. വെടിവെച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ അതിനെ തീവച്ച് കൊല്ലാൻ നോക്കി. ജീവിക്ക് സാരമായി പരിക്കേൽക്കും. എന്നാൽ തന്റെ വാലുകൊണ്ട് തീയിട്ട ആളെ അടിച്ചു തെറിപ്പിക്കുന്നു. ഇതിനെ കൂടാതെ പക്ഷികളും അവരെ ആക്രമിക്കുന്നു. അതിനെയെല്ലാം ഇവർ വെട്ടിവീഴ്ത്തുന്നുമുണ്ട്. വലിയ ജീവി അവരുടെ അടുത്തെത്തിയപ്പോൾ മാസൻ തന്റെ ലൈറ്റർ കത്തിച്ചു അവിടെയുള്ള കെമിക്കൽസിന് മൂലലിട്ടു. അത് പൊട്ടിത്തെറിച്ച് ജീവി കത്തിമരിക്കുന്നു. നമ്മളിപ്പോൾ തുണ്ടുതുണ്ടാക്കിയ ജന്തു ആദ്യത്തേത് മാത്രമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അവരുടെ കളത്തിലാണ്. നമ്മൾ ഉടനെ മടങ്ങിപ്പോണം. ഹാങ് ദേഷ്യപ്പെട്ടു. ചാപ്മാൻ മരിച്ചുവെന്ന് പറഞ്ഞ് ജെയിംസ് അവന്റെ മാല കാണിച്ചു കൊടുത്തു. എന്നാൽ പക്കാർഡ് തിരിച്ചു പോകാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ ആയുധങ്ങൾ ശേഖരിച്ച് ആ കോങ്ങിനെ കൊല്ലണം. അതാണ് എന്റെ ആളുകളെ കൊന്നത്. പക്കാർഡ് പറഞ്ഞു. ഇപ്പോൾ കണ്ട ജീവിയില്ലേ, അതാണ് നമ്മുടെ ഭീഷണി. ഭൂമിക്കടിയിൽ അതുപോലെ കുറേ എണ്ണമുണ്ട്. കോങ്ങിനെ ഇല്ലാതാക്കിയാൽ അവയുടെ എണ്ണം വളരെയധികം വർദ്ധിക്കും, പ്രൂക്സ് പറഞ്ഞു. എങ്കിൽ നമ്മൾ അതിനെയും കൊല്ലും. നമ്മൾ ആ കുരങ്ങിനെ കൊന്നതിന് ശേഷം, പക്കാർഡ് പറഞ്ഞു. ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഹാങ് തന്റെ വാളെടുത്തു. പക്കാർഡ് അയാളെ ഇടിച്ചിട്ടു. അങ്ങനെ ജെയിംസ് ഇതിലിടപെട്ടു. ആ കുന്നിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ നിങ്ങളുടെ തകർന്ന ഹെലികോപ്റ്റർ കിടപ്പുണ്ട്. ഞാനിവരെ തിരികെ ബോട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഞങ്ങൾ നിങ്ങളെയും കാത്തിരിക്കും. അങ്ങനെ പക്കാർഡും ആർമിക്കാരും കുങ്ങിനെ കൊല്ലാനുള്ള ആയുധങ്ങൾ ശേഖരിക്കാൻ പോയി. ജെയിംസും കൂട്ടരും തിരിച്ചു പോകാനും തുടങ്ങി. കാട്ടിനുള്ളിൽ ഒരു ശബ്ദം കേട്ട് ജെയിംസും മേസണും അത് നോക്കാൻ വേണ്ടി പോയി. മറ്റുള്ളവർ അവിടെ തന്നെ വിശ്രമിച്ചു. അപ്പോൾ പെട്ടെന്ന് കോങ് അവരുടെ അടുത്തേക്ക് വന്നു. അവരിത് കണ്ട് പേടിച്ച് അനങ്ങാതെ നിന്നു. കോങ് അവരെ ആക്രമിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. മേസൺ മെല്ലെ തന്റെ കൈയെടുത്ത് കോങ്ങിന്റെ മുഖത്ത് തൊട്ടു. അവർ തമ്മിൽ ഒരു പ്രത്യേക കണക്ഷൻ രൂപപ്പെട്ടു. പെട്ടെന്നൊരു സ്ഫോടന ശബ്ദം കേട്ട് കോങ് അങ്ങോട്ട് പോയി. പക്കാർഡും കൂട്ടരും ഒരു കെണിയൊരുക്കി കൊങ്ങിനെ കാത്തിരിക്കുകയാണ്. അതേസമയം ജെയിംസും മേസണും തിരിച്ചെത്തി എല്ലാവരോടും ബോട്ടിന്റെ അടുത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ കോങ്ങിനെ രക്ഷിക്കാൻ പോകുകയാണ്. നേരം പുലരും വരെ ഞങ്ങളെ കാത്തിരിക്കുക. അതിനുള്ളിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കോങ് നദിയിലൂടെ നടന്ന് അവരുടെ അടുത്തെത്തി. നദിയിൽ മുഴുവൻ പെട്രോൾ ഒഴിച്ചുവെച്ചിട്ടുണ്ട്. പക്കാർഡ് അതിലേക്ക് തീയിടുന്നു. കോങ് ആ തീയിലകപ്പെട്ട് നന്നായി പൊള്ളലേറ്റു. തീ മറികടന്നു വന്ന കോങ് ബോധം കെട്ട് അവിടെ വീണു. കോങ്ങിന് ചുറ്റും ബോംബ് വെച്ചു. അതിനെ കൊല്ലേണ്ട പ്ലാനാണ്. മനുഷ്യനാണ് രാജാവെന്ന് കോങ്ങിന് കാണിച്ചു കൊടുക്കാം, പക്കാർഡ് പറഞ്ഞു. അപ്പോഴേക്കും ജെയിംസും കൂട്ടരും അവിടെ എത്തി അവരെ തടയുന്നു. ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ കോങ്ങിന്റെ കുടുംബത്തെ കൊന്ന ആ വലിയ ജീവി അവിടെ എത്തി. കോങ്ങിന് ബോധം തിരിച്ചു കിട്ടി. പക്കാർഡ് ബോംബിന്റെ ബട്ടൺ അമർത്താൻ നോക്കുമ്പോഴേക്കും കോങ് അവനെ ഇടിച്ചു പരത്തി. വലിയ ജീവി അപ്പോഴേക്കും കൊങ്ങിനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി. എല്ലാവരും അവിടുന്ന് ബോട്ട് ലക്ഷ്യമാക്കി ഓടി. അതിലൊരാൾ നിങ്ങളെല്ലാവരും രക്ഷപ്പെടൂ എന്ന് പറഞ്ഞ് ബോംബ് കയ്യിൽ പിടിച്ചു ജീവിയുടെ അടുത്തേക്ക് പോയി. എന്നാൽ ബുദ്ധിശാലിയായ ആ ജന്തു അവന്റെ അടുത്ത് പോകാതെ വാലുകൊണ്ടവനെ അടിച്ചു തെറിപ്പിച്ചു. അവനങ്ങ് ദൂരെ മലയിൽ തട്ടി പൊട്ടിത്തെറിച്ചു. പെട്ടെന്ന് കോങ് അവിടെ എത്തി ഒരു വലിയ കല്ല് അതിന്റെ തലയിലിട്ടു. പിന്നീട് അവർ തമ്മിൽ വലിയ അടിയാണ് നടക്കുന്നത്. ഇതേ സമയം മേസൺ മലയുടെ മുകളിൽ കയറി ബോട്ടിന് സിഗ്നൽ നൽകി. ഒരു വലിയ മരമെടുത്ത് കോങ് അതിനെ തല്ലാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും അതിന് വലിയ പ്രശ്നമല്ല. ജീവി കോങ്ങിനെ വാലിൽ ചുറ്റിയെറിഞ്ഞു.
കോങ് വന്ന് വീണത് ഒരു തകർന്ന കപ്പലിലാണ്. അതിന്റെ ചങ്ങലയിൽ അവൻ കുടുങ്ങിപ്പോകുന്നു. അപ്പോഴേക്കും ബോട്ടിലുള്ളവർ തിരിച്ചെത്തി ജീവിയെ വെടിവെക്കാൻ തുടങ്ങി. ഇത് കണ്ട ജീവി അവരെ ആക്രമിക്കാൻ പോയി. ആ സമയത്ത് കോങ് ചങ്ങലകളെല്ലാം തകർത്ത് പുറത്തേക്ക് വന്ന് കയ്യിൽ കിട്ടിയ ബോട്ടിന്റെ ടർബൈൻ ബ്ലേഡ് എടുത്ത് ജീവിയെ എറിഞ്ഞു വീഴ്ത്തി. ഇതിനിടെ മേസോൺ വെള്ളത്തിൽ വീണു. അവളെ കോങ് മെല്ലെ പൊക്കിയെടുത്തു. അപ്പോഴേക്കും ജീവി വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. മേസോൺ കോങ്ങിന്റെ കയ്യിലാണുള്ളത്. ആ കൈ ജീവി കടിച്ചകത്താക്കാൻ നോക്കുമ്പോൾ കോങ് ദേഷ്യം വന്ന് അതിന്റെ കുടൽമാല അടക്കം വലിച്ചു പുറത്തേക്കിട്ടു. അങ്ങനെ തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ആ ജീവിയെ കോങ് കൊന്നു. അവളെ സുരക്ഷിതമായി താഴെ വെച്ചതിനു ശേഷം കോങ് അവിടുന്ന് മെല്ലെ തിരിച്ചുപോയി. എല്ലാവരും ബോട്ടിൽ കയറി തിരിച്ച് സുരക്ഷിതരായി നാട്ടിലെത്തി. അങ്ങനെ 28 വർഷങ്ങൾക്ക് ശേഷം ഹാങ്ക് തന്റെ കുടുംബത്തെ കണ്ടുമുട്ടി. പിന്നീടുള്ള ജീവിതം ഹാങ്ക് അവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചു. അതേസമയം ജെയിംസും മേസനും മൊണാർക്കിന്റെ ഇന്റർഗേഷൻ റൂമിലാണുള്ളത്. ബ്രൂക്സ് കാര്യങ്ങൾ വിശദീകരിക്കാൻ അവിടെ എത്തി. ഈ ഐലൻഡ് ഒരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാടെണ്ണമുണ്ട്. ഈ ലോകം നമ്മുടേതായിരുന്നില്ല, അവരുടേതായിരുന്നു. അവരെപ്പോൾ വേണമെങ്കിലും ഈ ഭൂമി തിരിച്ചുപിടിക്കും. കോങ് മാത്രമല്ല ഒരേയൊരു രാജാവ്. സ്ക്രീനിൽ ഗോഡ്സില്ലയുടെയും മറ്റ് ടൈറ്റൻസിന്റെയും ഫോട്ടോ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ. ഇറ്റ്സ് മീ അതുൽ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.